76,13 രൂപ കിഫ്ബിയിലൂടെ വിനിയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട, അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ട നമ്മുടെ കുണ്ടറ താലൂക്ക് ആശുപത്രി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ ഉദ്ഘാടന വേളയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവമായ സ്നേഹാഭിവാദ്യം അറിയിക്കുകയാണ്. 10 വർഷം മുൻപത്തെ നമ്മുടെ ഈ ആശുപത്രിയുടെ സ്ഥിതി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓടിട്ട ഒരു കെട്ടിടത്തിലാണ് അന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രി ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട CM ഇവിടെ സൂചിപ്പിച്ചു, 1920 ഇവിടെ ഒരു ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം അത് പിന്നീട് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം ആരോഗ്യ കേന്ദ്രമായി 2006 അത് സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി, 2010 താലൂക്ക് ആശുപത്രിയായി. സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം മിഷൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഏതൊക്കെ ചികിത്സ അവിടെ നിന്ന് ലഭ്യമാകണമെന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിച്ചു. 2016 ആർദ്രം മിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആരംഭിക്കുന്നത്. വലിയ മാറ്റം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയിരുന്ന ആരോഗ്യ കേന്ദ്രങ്ങളുടെ കെട്ടിടങ്ങൾ വിസ്മയകരമായ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കി. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് 1200 ലാബുകൾ, എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ലാബുകളെ ഡിസ്ട്രിക്ട് ലാബുകളുമായിട്ട് ബന്ധിപ്പിച്ച് മുഴുവൻ സർക്കാർ ലാബുകളും ബന്ധിപ്പിച്ചുകൊണ്ട് ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ നിർണയ എന്നുള്ള അതിവിപുലമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി, അത് നടപ്പിലാക്കി. എന്താണ് ഗുണം? നമുക്ക് സ്വകാര്യ മേഖലയിൽ ചിലവാകുന്ന വലിയ ഭീമമായിട്ടുള്ള പണം നമ്മൾ കൊടുക്കാതെ നമ്മുടെ വീടിന് തൊട്ടടുത്ത് ആരോഗ്യ കേന്ദ്രത്തിൽ സാമ്പിൾ കൊടുത്താൽ അവിടെ പരിശോധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവിടെ പരിശോധിക്കുകയും അവിടെ പരിശോധിക്കാൻ കഴിയാത്തത് കൂടിയ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ലാബിലേക്കോ സ്റ്റേറ്റ് ലാബിലേക്കോ പോയി തിരിച്ച് റിസൾട്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ വരും, നമ്മുടെ ഫോണിൽ അത് ലഭ്യമാകും എന്നുള്ളതാണ്. താലൂക്ക് ആശുപത്രി മുതൽ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി. സ്പെഷ്യാലിറ്റി ചികിത്സകൾ താലൂക്ക് ആശുപത്രി തലം മുതൽ തുടങ്ങി. ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമാക്കി. അങ്ങനെയാണ് കൊല്ലത്ത് ഒരു കാത്ത് ലാബ് നമ്മൾ ആരംഭിക്കുന്നത്. 10 വർഷം മുൻപ് നമുക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല ജില്ലാ ആശുപത്രിയിലോ ജനറൽ ആശുപത്രിയിലോ കാത്ത് ലാബുകൾ സാധ്യമാകും. എന്തിനാണ് കാത്ത് ലാബ്? ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദൂരെയുള്ള ആശുപത്രികളിലേക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ ജില്ലയിലെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പോയാൽ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്തുകൊണ്ട് നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിയും. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ആരംഭിച്ചു. അതിൻ്റെ മുകളിൽ നമുക്ക് മെഡിക്കൽ കോളേജുകൾ തൃതീയ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി. ഇപ്പോൾ നമ്മുടെ പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെ ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ MBBS പഠനം ആരംഭിച്ചു. ഈ സർക്കാരിൻ്റെ കാലത്തിൽ അത് PG മെഡിക്കൽ കോളേജായിട്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തി. അവിടെയും കാത്ത് ലാബ് ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ആരോഗ്യ രംഗത്തുണ്ടായ മാറ്റം, കൊല്ലം ജില്ലയിലെ മാറ്റം മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ കുണ്ടറയും കരുനാഗപ്പള്ളിയും കൊട്ടാരക്കരയും പുനലൂരും അങ്ങല്ല തൊട്ടടുത്ത് ചവറയിൽ നീണ്ടകരയും ഉൾപ്പെടെ, അതോടൊപ്പം ബഹുമാനപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ MLA നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ സാധ്യമായി. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ആർദ്രം മിഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ആയിരക്കണക്കിന് 10,000-ലധികം തസ്തികകൾ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, ഏത് ആരോഗ്യ മേഖലയാണെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കുന്നത് ആരോഗ്യ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഹെൽത്ത് ഇൻഡിസസ് എന്ന് നമ്മൾ പറയും.
അത് ആ ഹെൽത്ത് ഇൻഡിസസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത്. 10 വർഷം നമ്മൾ തുടങ്ങുന്ന ഒരു 10 വർഷം മുമ്പത്തെ ഒരു കണക്കും ഇപ്പോഴത്തെ കണക്കും നമ്മളൊന്ന് എടുത്താൽ മാതൃമരണ നിരക്ക് 10 വർഷം മുൻപ് 43 ആയിരുന്നെങ്കിൽ അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും കുറവ് മാതൃമരണ നിരക്കാണ് കേരളത്തിൽ ഉള്ളത്. നവജാത ശിശു മരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവ് നവജാത ശിശു മരണ നിരക്കാണ് കേരളത്തിൽ ഉള്ളത്. ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 5 അത് ചുരുക്കാൻ നമുക്ക് കഴിഞ്ഞു, കുറയ്ക്കുവാൻ നമ്മൾ കഴിഞ്ഞു. എന്താണ് ഈ നവജാത ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഒക്കെ? കുഞ്ഞുങ്ങളുടെ ശിശുമരണ നിരക്ക് എന്ന് പറയുമ്പോൾ 1000 കുഞ്ഞുങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾ മരണമടയുന്നു എന്നുള്ളതാണ്. ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ മരണമടയുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് നവജാത ശിശു മരണ നിരക്ക്. പ്രസവ സമയത്ത് എത്ര അമ്മമാർ മരിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് മാതൃമരണ നിരക്ക്. അതാണ് CM പറഞ്ഞത്. അമേരിക്കൻ ഐക്യനാടുകൾ, നമ്മളെപ്പോഴും കാണുന്ന വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ ശിശുമരണ നിരക്ക് 5.6 ആണെങ്കിൽ 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ശിശുമരണ നിരക്ക് 5 കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണത് സാധിച്ചത്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ പെൺകുട്ടി നമ്മുടെ രാജ്യത്തുള്ള വ്യക്തിയല്ല, അവൾ നേപ്പാൾ സ്വദേശിനിയാണ്. അവൾ എന്തിനാണ് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നത് എന്നറിയാമോ? അവൾ ചികിത്സ തേടി വന്നതാണ്. എന്ത് ചികിത്സയാണ്? അവൾക്ക് ഹൃദയം മാറ്റിവെക്കണം. അവളുടെ പേരൻസ് ഉൾപ്പെടെ കുടുംബത്തിൽ പലരും ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ മൂലം മരണപ്പെട്ടിട്ടുള്ളവരാണ്. ഹൃദയം വീക്കായി പോയിക്കൊണ്ടിരുന്ന 21 വയസ്സുള്ള ഒരു പെൺകുട്ടി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപ അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായി വരും എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അവൾക്കൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. അവളുടെ കൈ പിടിക്കുവാൻ വളരെ യങ് ആയിട്ടുള്ള ഒരു സഹോദരൻ മാത്രമേ, അവളേക്കാൾ 1-2 വയസ്സ് മാത്രം വ്യത്യാസമുള്ള ഒരു സഹോദരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുവരും പകച്ചു നിന്നപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ അവർ അഭയം തേടി. എങ്ങനെയാണ് അഭയം തേടിയത്? എറണാകുളം ജനറൽ ആശുപത്രിയിൽ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ള സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഒന്നാന്തരം ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഒന്നാന്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു. കേസോട്ടോയിലൂടെ ലൈസൻസ് ലഭ്യമാക്കി ഹൃദയം മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിരുന്നു. ആലോചിച്ച് നോക്കണം, ഒരു സർക്കാർ ആശുപത്രിയിലാണ്, ഒരു ജില്ലാ ആശുപത്രിയിലാണ്, ഒരു ജില്ലാ തലത്തിലുള്ള സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കുക എന്ന അതിസങ്കീർണവും വളരെ സാമ്പത്തികമായി ചിലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിനു വേണ്ടി കേരളം സജ്ജമായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള നയത്തിൻ്റെയും ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എറണാകുളം GH-ലെയും അതോടൊപ്പം കേസോട്ടോയിലെയും ഒക്കെ ഡോക്ടേഴ്സ് എല്ലാം അതിലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമുക്ക് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്ന മെഡിക്കൽ റിപ്പോർട്ട് എന്താണെന്നറിയാമോ? ആ മകളെ എക്മോയിൽ നിന്ന് മാറ്റുകയാണ്. എക്മോ എന്ന് പറഞ്ഞാൽ ഹൃദയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമായി ഇൻറ്റേർണൽ ഓർഗൻസിന് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു മെഷീനാണ് ആ എക്മോ മെഷീൻ. കുറച്ച് ദിവസം മുൻപ് വെന്റിലേറ്റർ മാറ്റിയിരുന്നു, ഇപ്പോൾ എക്മോ കൂടി മാറ്റാനായിട്ട് പോവുകയാണ്. അവൾ ജീവിതത്തിലേക്ക് വരികയാണ്. ഇത് ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ആരോഗ്യ പരിരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, സൗജന്യ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മൾ പറയുന്നതല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3-4 വർഷമായി തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് കേരളത്തിനാണ്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ കാണണം, ഒരു വലിയ പ്രചരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുകയാണ്. ചിലർ, എല്ലാവരുമില്ല, ചില ബോർഡുകൾ എഴുതുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന്. അങ്ങനെ ബോർഡുകൾ വെക്കുന്നവർക്കും റീലുകൾ വെക്കുന്നവർക്കുമുള്ള മറുപടിയാണ് കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടമെന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നിരുന്നു. എന്തിനാണെന്നറിയാമോ? കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നില്ല. ഡയാലിസിസ് സൗകര്യം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഒരു ഉദ്ഘാടനവും ഒരു പരിപാടിയും ഇല്ലാതെ കുണ്ട്ര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തുന്നതിനും ഇവിടെ എത്തിയിരുന്നു. ആ ഓരോ ഘട്ടത്തിലും ബഹുമാനപ്രജ്ഞയായ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഇവിടെയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട CM പറഞ്ഞല്ലോ,
ഇത്രയും പണം എവിടെ നിന്ന് കണ്ടത്? 76,15,00,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല. നമ്മൾ ഒരു വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു വർഷം ഒരു ആശുപത്രിക്ക് പരമാവധി ജില്ലാ ആശുപത്രിയൊക്കെ ആണെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപ ലഭിക്കും. ഒരു താലൂക്ക് ആശുപത്രി ആണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ. നമ്മളൊരു 50 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം പ്ലാൻ ഫണ്ടിലൂടെ പണിയണമെങ്കിൽ 10 വർഷം എടുക്കും. 5 ലക്ഷം രൂപ വെച്ചാണെങ്കിൽ 50 ലക്ഷം എന്ന് പറയും. ആദ്യത്തെ വർഷം 5 വെക്കും, പിന്നീട് 5 വെക്കും, പിന്നീട് 5 വെക്കും. മെഡിക്കൽ കോളേജിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ തുക കിട്ടും. അങ്ങനെ നോക്കിയാൽ 50 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം പണിയണമെങ്കിൽ പ്ലാൻ ഫണ്ടിൽ വർഷങ്ങളെടുക്കും. അവിടെയാണ് കിഫ്ബിയിലൂടെ നമ്മൾ തുക അനുവദിച്ചുകൊണ്ട് കേരളത്തിൽ ആരോഗ്യമേഖലയിൽ പുതിയ കെട്ടിട നിർമ്മാണങ്ങൾ സാധ്യമാക്കിയിട്ടുള്ളൂ. കെട്ടിട നിർമ്മാണം മാത്രമല്ല, അതുപോലെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ സാധ്യമാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ CM-നൊപ്പം പോവുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കുണ്ട്ര താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി 4 പുതിയ പോസ്റ്റുകൾ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ പോസ്റ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ തസ്തികകൾ ആവശ്യമായിട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് 19ഓളം ഡോക്ടേഴ്സ് ആണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ആരോഗ്യ കേരളത്തിലൂടെ നമ്മൾ കൊടുത്ത ഡോക്ടേഴ്സുമുണ്ട്. അപ്പോൾ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ, അവരൊരു വിദേശ വനിതയാണ്, അവരുടെ വ്ളോഗിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു അവരുടെ മാതൃരാജ്യത്ത് അവർക്കൊരു ഡോക്ടറെ കാണെങ്കിൽ 8 മാസം എടുക്കും. എന്നിട്ട് അവരെഴുതി കേരളം എന്ന സ്ഥലത്ത് ഒരു പബ്ലിക് ഹോസ്പിറ്റൽ, അതൊരു സർക്കാർ ആശുപത്രിയിൽ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ എടുത്ത സമയം 10 മിനിറ്റാണ്. 10 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ അവർക്ക് ഡോക്ടറെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് പറയുകയുണ്ടായി. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ, സർക്കാർ ആരോഗ്യ മേഖലയെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുള്ളയിടത്താണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൗജന്യമായി അത് നടത്തിയത്. നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പാരിപ്പള്ളിയിലും ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ളവ സൗജന്യമായി ചെയ്യുന്നു. മുൻപ് ഈ കാത്തലാബുകൾ ഇല്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ പല ആശുപത്രികളുടെയും ബോർഡുകൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. 6 ലക്ഷം 7 ലക്ഷം രൂപയൊക്കെയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന്. സർക്കാർ ഇടപെട്ടതോടുകൂടി എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത്? ആ മാറ്റം സൗജന്യമായി ചെയ്യുകയോ അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാർഡ് ഇല്ലാത്തവർക്ക് ആ സ്റ്റെൻറ്റിൻ്റെ വില, സ്റ്റെൻറ്റ് ഇടുന്നെങ്കിൽ സ്റ്റെൻറ്റിൻ്റെ വില മാത്രം 60,000 55,000 രൂപ, ഒരു സ്റ്റെൻ്റ് ആണെങ്കിൽ അത്രയും, 2 സ്റ്റെൻ്റ് ആണെങ്കിൽ 1,20,000 രൂപ. എവിടെയാണ് 6 ലക്ഷം 7 ലക്ഷം മുടക്കിയിരുന്നിടത്താണ്. നമ്മൾ ഈ പറയുന്നതൊക്കെയാണോ ശരി? എങ്ങനെയാണിത് നമ്മൾ വെരിഫൈ ചെയ്യുക? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിൻ്റെ സർവേ റിപ്പോർട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇവിടെയുണ്ട്, NSSO സർവേ. ആ NSSO സർവേ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ വളരെ കൂടുതലാണ്. കേരളത്തിൽ ഡോക്ടർമാരെ ഒരു രോഗമുണ്ടായാൽ പോയി കാണുന്ന സ്വഭാവം ആണ് നമ്മൾക്കുള്ളത്. അത് നല്ല കാര്യമാണ്. ആരോഗ്യവകുപ്പ് അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം പനിയാണെങ്കിലും സ്വയം ചികിത്സിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 75ാമത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് അവരുടെ സർവേ പറയുന്നത് കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം അവർ ആ കണക്കാണ് പറയുന്നത് ചിലവായിരുന്ന ശരാശരി തുക ഏതാണ്ട് 23,000 രൂപയാണ് എങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന 2024 പുറത്തു വന്ന സർവേ റിപ്പോർട്ട് പറയുന്നു അത് 13,000 രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു. അർബൻ മേഖലയിൽ, നഗരമേഖലയിൽ അവർക്ക് ചിലവാക്കേണ്ടിയിരുന്ന തുക 17,000 രൂപയായിരുന്നു എങ്കിൽ അത് 9,000 രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇതാണ് കേരളത്തിൽ സർക്കാർ ഇടപെടലുകളിലൂടെ, സൗകര്യങ്ങൾ വികേന്ദ്രീകരിച്ചതിലൂടെ, സ്പെഷ്യാലിറ്റി ചികിത്സകൾ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാക്കിയതോടെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമാക്കിയതോടെ, സർക്കാരിൻ്റെ ആരോഗ്യ പരിരക്ഷ കൂടിയതിലൂടെ വന്നിട്ടുള്ള മാറ്റം എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടല്ലോ. എങ്ങനെയാണിത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രസക്തമാകുക? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്താൽ എന്ത് സാമ്പത്തികമായ മെച്ചമാണ് ഉണ്ടാകുന്നത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സർക്കാർ ആശുപത്രിക്ക് പുറത്ത് ഒരു ഡയാലിസിസിന് മിനിമം 1,500 രൂപയാണ്. 1,500 മുതൽ 2,000 രൂപ വരെ ഒരു ഡയാലിസിസിന്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വരെ ചില പേഷ്യൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ്? 1,500 മിനിമം കൂട്ടിയാലും
1500 ഗുണം 3 4500. ഒരു ആഴ്ചയിൽ 4500 രൂപ. ഒരു മാസം ഡയാലിസിസ് ചെയ്യുമ്പോഴോ 4500 ഗുണം 4, അതായത് 18,000 രൂപ ഒരു മാസം സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് ഡയാലിസിസിന് ചെലവാകുന്നിടത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ സൗജന്യമായി ചെയ്യുകയോ മിതമായ നിരക്കിലോ സ്കീമുകളിലൂടെയോ ചെയ്യപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഏതാണ്ട് 4000-ഓളം ആളുകൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സ്വകാര്യ ആശുപത്രികളിൽ 55-60 ലക്ഷം രൂപയാണ്. സർക്കാർ ആശുപത്രികളിലോ സൗജന്യമായി നടക്കുന്നു. 2022 ഫെബ്രുവരി മാസത്തിലാണ് കോട്ടയത്ത് ആരംഭിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നു. ഇനി ഇത് കൂടാതെ താഴെ തട്ടിൽ 5416 ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ഈ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് അത്യാവശ്യം പരിശോധിക്കാം. സ്ത്രീകളുടെ ക്ലിനിക്കുകളുണ്ട്, അത്യാവശ്യം മരുന്നുകൾ നമുക്ക് അവിടെ ലഭിക്കും. ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവം കേരളത്തിലെ സർക്കാർ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് കോർപ്പറേറ്റ് ശക്തികൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നാം കാണണം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ ബാലഗോപാൽ മിനിസ്റ്ററുടെ നാട്ടിൽ നിന്ന്, കലഞ്ഞൂരിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു രാത്രി 10 മണി സമയത്ത് അവളെ ഭർത്താവ് ആക്രമിച്ച് കൈ 2ആയിട്ട് വേർപെട്ടു, മുറിഞ്ഞ്. അപ്പോൾ കൈ തോർത്ത് വെച്ച് ചേർത്ത് കെട്ടി തൊട്ടടുത്തുള്ള ചെറുപ്പക്കാരനാണ്. നമ്മൾ സാധാരണ ഹൃദയം നിശ്ചലായിപ്പോയി ഇത് കണ്ടാൽ. 2ആയിട്ട് കിടക്കുന്ന കൈ ചേർത്ത് വെച്ച് കെട്ടി അവളെ തിരുവനന്തപുരത്തേക്ക് ഒരു സ്വകാര്യ ആശുപത്രിയുടെ അവിടെ കൊണ്ടുവന്നു. 10 ലക്ഷം രൂപ വേണം ശസ്ത്രക്രിയയ്ക്ക് എന്നവിടെ പറഞ്ഞു. 100 രൂപ പോക്കറ്റിൽ എടുത്തു വെക്കാതെ ഉടുത്ത തുണിയുമായിട്ട് ആ അച്ഛനും പുറത്ത് വെട്ടേറ്റിട്ടുണ്ട്. അവർ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വന്ന അവളുടെ മകനെയും 10 വയസ്സുള്ള മകനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു പ്രായമുള്ള അച്ഛനും അമ്മയും കൈവെട്ടറ്റുപോയ മകളും തോർത്ത് വെച്ച് അവൾ കെട്ടിയിട്ടുണ്ട്. അവളുടെ കുഞ്ഞ് ഒരു 10 വയസ്സുള്ള കുഞ്ഞും. 10 രൂപ അവരെടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവർ പേഴ്സ് എടുത്തിട്ടുണ്ടാവില്ലേ. സാമ്പത്തികമായി പ്രതിസന്ധിയുള്ളവരാണ്. അവർ മെഡിക്കൽ കോളേജിൽ വന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു. രാത്രിയിൽ ബാലഗോപാൽ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു. അവരെന്നെ വിളിച്ചു, ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ വിളിച്ചു. രാത്രി സജ്ജമായി ഓപ്പറേഷൻ തിയേറ്റർ. 10 ലക്ഷം ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ചോദിച്ചെടുത്ത് അവളുടെ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെയ്തു. ആ കൈകൾ തുന്നിക്കെട്ടി. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ICUയിൽ പോയി അവളെ കണ്ടു. അവളുടെ മുറിഞ്ഞുപോയ ഞരമ്പുകളിലൂടെ രക്തമൊഴുകാൻ തുടങ്ങി. വീണ്ടും പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു. അതുമാത്രമല്ല, അവൾ സധൈര്യം ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വന്നു. അവൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയും കൊടുത്ത് അവൾ ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. നമുക്കൊന്നിച്ചു നിലനിൽക്കാം, നമുക്കൊന്നിച്ചു മുന്നോട്ട് പോകാം. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് എല്ലാവരോടും, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട MLA എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് താലൂക്ക് ആശുപത്രി വിസിറ്റിൽ ബഹുമാനിയായിട്ടുള്ള മസ്കുടിയമ്മ സഖാവുമൊക്കെ ഉണ്ടായിരുന്നു, ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. എല്ലാവരോടും, കാരണം ഇതൊരു വലിയ പരിശ്രമമാണല്ലോ ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിക്കുക. കൊല്ലം ജില്ലയിൽ തന്നെ എത്ര ആശുപത്രികൾക്കാണ് ഒന്നാന്തരമായിട്ട്. ഇപ്പോൾ തൊട്ടടുത്ത് ചവറയിൽ നീണ്ടകര ഉദ്ഘാടനത്തിന് റെഡിയായിട്ടുണ്ട്. കൊട്ടാരക്കര ഉദ്ഘാടനം കഴിഞ്ഞ് പുനലൂര് ഫങ്ഷണലായി. കരുനാഗപ്പള്ളി ആദ്യ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. 2ാം ബ്ലോക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഈ നിലയിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പിന്തുണ നൽകുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും നിസ്സഹായരായവരെ കൂടുതൽ ശക്തമായി ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.